സർഫസ് ഏരിയാസ് ആൻഡ് വോളിയം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എക്സസൈസ് 13.3 ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് 5th ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ 5th ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കണ്ടെയ്നർ ഷേപ്ഡ് ലൈക്ക് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഹാവിംഗ് ഡയമീറ്റർ 12 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ ഈസ് ഫുൾ ഓഫ് ഐസ്ക്രീം. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിലാണുള്ളത്, അതിൻ്റെ ഡയമീറ്ററും ഹൈറ്റും തന്നിട്ടുണ്ട്, അതിൽ ഫുൾ ഐസ്ക്രീം ഉണ്ട്. The ice cream is to be filled into cones of height 12 cm and diameter 6 cm having a hemispherical shape on the top. Find the number of such cones which can be filled with ice cream. അപ്പോൾ ഇതുപോലെയുള്ള ഇതിലാണ് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ്, അതായത് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഇതിലാണ് നമുക്ക് ഐസ്ക്രീം ഫുള്ളായിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന അതിൽ നിന്ന് ഇങ്ങനെയുള്ള, അതായത് കോണിൻ്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ ഷേപ്പുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഐസ്ക്രീം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഫുൾ ഐസ്ക്രീം ഇങ്ങനത്തെ എത്ര നമ്പേഴ്സ് വേണം, ഇങ്ങനത്തെ കോണ് എത്ര നമ്പേഴ്സ് വേണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഇതിൻ്റെ വോളിയം, അതായത് വോളിയം ഓഫ് സിലിണ്ടർ, ഇവിടെ ഇത് സിലിണ്ടർ ഷേപ്പിലാണുള്ളത്. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഐസ്ക്രീം ഉള്ളത്. അതിൻ്റെ ഐസ്ക്രീമിൻ്റെ അളവ് എന്ന് പറയുന്നത് n ഇൻറ്റു എത്ര ഉള്ളത് എന്ന് അറിയില്ല, n ഇൻറ്റു വോളിയം ഓഫ് കോൺ ഫുൾ ഓഫ് ഐസ്ക്രീം. അതായത് ഇങ്ങനത്തെ എത്ര കോൺ വേണം അത് നമുക്കറിയില്ല, ഒരെണ്ണം ആയിരിക്കില്ല ചിലപ്പോൾ. അതായത് ഇത് ചെറുതാണെങ്കിൽ നമുക്ക് കൂടുതൽ നമ്പേഴ്സ് ഇതേപോലെയുള്ള കോൺ ഉണ്ടാവും. ആ ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ എത്രയുണ്ട്, അപ്പോൾ കാണാൻ വേണ്ടി വോളിയം ഓഫ് സിലിണ്ടർ, ഇതിനുള്ള വോളിയം എത്രയാണെന്നുള്ളത് അറിയണം. അത് ഡിവൈഡ് ബൈ ഈ ഒരു കോണിൻ്റെ വോളിയം, അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് വോളിയം ഓഫ് സിലിണ്ടർ എന്താണെന്നുള്ളത് എഴുതാം. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. പൈ r1 സ്ക്വയർ h1, നമുക്കിത് r1 എന്ന് കൊടുക്കാം. r1 എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, h1 എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ സിലിണ്ടറിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ പൈയുടെ വാല്യൂ കൊടുക്കണം, പൈ ക്യാൻസൽ ആയി പോകും. പൈ ഇൻറ്റു r1 സ്ക്വയർ എന്ന് പറയുന്നത് 6 സ്ക്വയർ ഇൻറ്റു h1 എന്ന് പറയുന്നത് 15 ആണ്. അത് അവിടെ വെച്ചു. നമുക്ക് ഇനി എന്ത് ചെയ്യാം, വോളിയം ഓഫ് കോൺ ഫുൾ of ice cream equal to അത് എങ്ങനെയാണെന്നുള്ളത് ഒരു കോണിൻ്റെ മോൾ അല്ലെങ്കിൽ വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ, അങ്ങനെയാണ് ആ ഒരു ഷേപ്പ് ഉള്ളത്. അപ്പോൾ വോളിയം ഓഫ് കോൺ എത്രയാണ്, 1/3 പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3 പൈ ആർ ക്യൂബ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, 1/3 പൈ ആർ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഇവിടെ എച്ച് പ്ലസ് 2r എന്ന് വരും. അതിൻ്റെ 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ എത്രയാണ്, ആർ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്, 6/2 റേഡിയസ് 3. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എത്രയാണ്, കോണിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 12 പ്ലസ് 2 ഇൻറ്റു 3 എന്ന് വരും. ഇനി നമുക്കിതിനെ ഷോർട്ടാക്കാം. ഇവിടെ ആണ് കാണേണ്ടത്, എത്ര കോൺസിലാണ് ഐസ്ക്രീം കൊള്ളുക എന്നുള്ളത്, എത്ര എണ്ണം വേണം, നമ്പർ ഓഫ് കോൺസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് സിലിണ്ടർ, ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമ്മൾ വോളിയം ഓഫ് സിലിണ്ടർ കണ്ടുപിടിച്ച് വോളിയം ഓഫ് കോൺ ഫുൾ ഓഫ് ഐസ്ക്രീം എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അതായത് എത്രയാണ്, 1/3 പൈ ഇൻറ്റു 9 ഇൻറ്റു ഇത് 12 പ്ലസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18. ഇവിടെ 6 ആയി. അപ്പോൾ 9 ഇൻറ്റു 6 പൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് 9 ഇൻറ്റു 6 പൈ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, n എന്ന് പറയുന്നത് വോളിയം ഓഫ് സിലിണ്ടർ. വോളിയം ഓഫ് സിലിണ്ടർ എത്രയാണ്, പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു 15 ആണ് വോളിയം ഓഫ് സിലിണ്ടർ, ഡിവൈഡ് ബൈ എന്താണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്, 9 ഇൻറ്റു 6 പൈ. അപ്പോൾ ഇവിടെ പൈ ക്യാൻസലായി, ഒരു 6ഉം ക്യാൻസലായി പോയി. 6 സ്ക്വയർ എന്നുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ 6 ഇൻറ്റു 6 എന്ന് എഴുതാം. 6ഉം 6ഉം ക്യാൻസലായി. ഇവിടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാണ്, ഇത് 3 ഇത് 5. അപ്പോൾ 30, ഇവിടെ 3ഉം 2, അപ്പോൾ 10. നമ്പർ എത്ര എണ്ണമാണ് വേണ്ടത്, 10. നമ്പർ ഓഫ് കോൺസ് ഫുൾ ഓഫ് ഐസ്ക്രീം എത്ര എണ്ണാന്നുള്ളത് 10. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ.
അപ്പോൾ 10 എണ്ണം വേണം. എന്നാണ് നമുക്ക് കാണേണ്ടത്. ആ ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് എത്ര എണ്ണത്തിലേക്ക് മാറ്റുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു, ഇതുപോലെ ഇതിന്റെ വോളിയം അറിയണം എന്നാൽ മാത്രമേ അതുപോലെയുള്ള എത്ര എണ്ണം വേണം എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ വോളിയം ഡിവൈഡ് ബൈ ഇതിന്റെ വോളിയം ചെയ്യേ വേണ്ടൂടാ. ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് πr²h ആണ്. ഇത് എങ്ങനെയാണുള്ള ഷേപ്പ്, കോണിന്റെ മുകളിൽ ഹെമിസ്ഫിയർ. അപ്പോൾ കോണിന്റെ വോളിയം പ്ലസ് ഹെമിസ്ഫിയറിന്റെ വോളിയം ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ വോളിയം നമുക്ക് കിട്ടും. രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസറായി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 6th ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി സിൽവർ കോയിൻസ് 1.75 സെന്റിമീറ്റർ ഇൻ ഡയമീറ്റർ ആൻഡ് ഓഫ് തിക്നെസ് 2 മില്ലിമീറ്റർ. ശ്രദ്ധിക്കണം, തിക്നെസ് 2 മില്ലിമീറ്ററിലാണുള്ളത്, ഡയമീറ്റർ സെന്റിമീറ്ററിലാണുള്ളത്. മസ്റ്റ് ബി മെൽറ്റഡ് ടു ഫോം എ ക്യൂബോയിഡ് ഓഫ് ഡയമെൻഷൻ 5.5 സെന്റിമീറ്റർ ഇൻറ്റു 10 സെന്റിമീറ്റർ ഇൻറ്റു 3.5 സെന്റിമീറ്റർ. അപ്പോൾ സിൽവർ കോയിനെ മെൽറ്റ് ചെയ്തിട്ട് ക്യൂബോയിഡ് ആണ് ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര സിൽവർ കോയിൻ വേണം ഈ ഒരു ഡയമെൻഷനിലുള്ള ക്യൂബോയിഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് നമ്പർ എന്നാണ് കാണേണ്ടത്. അതായത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ സിൽവർ കോയിനെയാണ് മെൽറ്റ് ചെയ്ത് ക്യൂബോയിഡ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് ക്യൂബോയിഡിന്റെ വോളിയം ഡിവൈഡ് ബൈ 1 സിൽവർ കോയിന്റെ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n എന്താണെന്നുള്ളത് കിട്ടും. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, n ഇൻറ്റു വോളിയം ഓഫ് 1 കോയിൻ ഈക്വൽ ടു വോളിയം ഓഫ് ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡിന്റെ ഷേപ്പിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ക്യൂബോയിഡിന്റെ വോളിയം അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള, അതായത് ഈ ഒരു ഷേപ്പിലുള്ള സിൽവർ കോയിൻ എത്ര എണ്ണം വേണം എന്നുള്ളത്. അപ്പോൾ n ആണ് നമുക്ക് കാണേണ്ടത്. n എന്ന് പറയുന്നത് വോളിയം ഓഫ് ക്യൂബോയിഡ്, വോളിയം ഓഫ് ക്യൂബോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് 1 സിൽവർ കോയിൻ, വോളിയം ഓഫ് 1 കോയിൻ. കോയിൻ ഇവിടെ ഏത് ഷേപ്പിലാണുള്ളത്? സിലിണ്ടറിന്റെ ഷേപ്പിലാണുള്ളത്. അപ്പോൾ വോളിയം ഓഫ് കോയിൻ എന്ന് പറയുന്നത് πr²h ആണ്. അതിന്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ഷേപ്പിലാണുള്ളത്. സിലിണ്ടറിന്റെ ഡയമീറ്റർ ആണ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 1.75 തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 1.75/2 എന്ന് കിട്ടി. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മില്ലിമീറ്റർ ആണ്. 2 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 2/10 എന്ന് പറയുമ്പോൾ 0.2 സെന്റിമീറ്റർ, 2/10 0.2 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ വോളിയം ഓഫ് കോയിൻ ഈക്വൽ ടു എങ്ങനെ എഴുതാം? πr²h ആണ്. പൈ ഇൻറ്റു, ഇവിടെ നമുക്ക് പൈൻ്റെ വാല്യൂ കൊടുക്കേണ്ടി വരും, കാരണം ക്യൂബോയിഡ് L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് വോളിയം എന്ന് പറയുന്നത്. പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് 1.75/2 ഇൻറ്റു 1.7, അത് ഹോൾ സ്ക്വയർ, πr² ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഇവിടെ 0.2 ആണ്. ഇനി വോളിയം ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു 5.5 ഇൻറ്റു 10 ഇൻറ്റു 3.5. നമുക്കിതെങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ n ആണ് നമുക്ക് കാണേണ്ടത്. n എന്ന് പറയുന്നത് വോളിയം ഓഫ് ക്യൂബോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് 1 കോയിൻ ആണ്. അപ്പോൾ നമ്മൾ വോളിയം ഓഫ് കോയിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, വോളിയം ഓഫ് ക്യൂബോയിഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് ക്യൂബോയിഡ് 5.5 ഇൻറ്റു 10 ഇൻറ്റു 3.5 ഡിവൈഡ് ബൈ πr²h. അപ്പോൾ പൈ എന്ന് പറയുമ്പോൾ 22/7 ആണ്. ആ 7 മുകളിലേക്ക് പോകും. 22/7 ഇൻറ്റു ഇവിടെ 1.75 ഇൻറ്റു 1.75, അവിടെ രണ്ട് ഡിനോമിനേറ്ററിലുള്ള 2 2ഉം എന്താവും? മുകളിലേക്ക് പോകും. ഇൻറ്റു ഇവിടെ എന്താണുള്ളത്? ഇനി 0.2. അപ്പോൾ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യും. വോളിയം ഓഫ് ക്യൂബോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സിൽവർ കോയിൻ ആണ് πr²h. പൈയുടെ വാല്യൂ കൊടുത്തു 22/7 എന്ന് പറയുമ്പോൾ 7 മുകളിലേക്ക് പോയി. 1.75, അത് ശ്രദ്ധിക്കുക, പൈയുടെ വാല്യൂ 3.14 എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം. ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ 1.75 അങ്ങനെ കൊടുത്തു. ഇനി ഇതിനെ എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ നോക്കാം. 2 ഈ 2 11, 2 ഇതും 0.1 ആയി. ഇനിയൊന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 5 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 0.7
0.7 ആണ്. ഇതിന് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാണ്. 5 3s are 15, 25 ആവുമ്പോൾ 5.35 വന്നു. 0.35 ആവുമ്പോൾ ഇവിടെ 0.7 ഉണ്ട്. 0.7ഉം 0.35 എത്രയാണ്? 0.5. 0.5 ഇൻറ്റു 0.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.35 ആയി. ഇനി അങ്ങനെ പോയിന്റിൽ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോയിന്റ് മാറ്റിയിട്ടും ചെയ്യാം. അപ്പോൾ 0.5 ആയി. ഇവിടെ 0.5ഉം ഇവിടെ 11ഉം 5.5ഉം നമുക്ക് 0.5 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 0.5ഉം 0.5ഉം ക്യാൻസൽ ആയിപ്പോയി. ഇനി ബാക്കി എന്തൊക്കെയാണുള്ളത് നമുക്കൊന്ന് എടുത്ത് എഴുതി നോക്കാം. 10 ഇൻറ്റു ഇവിടെ 7 ആണ് ബാക്കിയുള്ളത്, ഡിവൈഡ് ബൈ ഇവിടെ 1.75 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 17.5. പിന്നെ നമുക്ക് പോയിന്റ് മാറ്റുമ്പോൾ ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 ചെയ്താൽ 10 ഇൻറ്റു 7 ഇൻറ്റു 10 ഡിവൈഡ് ബൈ ഇവിടെ 0.175 ആണ് വരിക. ഒരു പോയിന്റ് കൂടി അധികം ആവുകയാണ് ചെയ്തത്. അപ്പോൾ എത്ര പ്ലേസ്? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ബൈ 175 ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനെ 7 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? 7 കൊണ്ടാകുമ്പോൾ 7 2s are 14 ക്യാൻസൽ ആവും. 7 2s are 14 ആയി. 35ൽ 5 25 വന്നു. 25 ആവുമ്പോൾ ഇവിടെ 10 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2, ഇവിടെ 5 ആയി. ഇനി ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 200. അപ്പോൾ 200 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 നമ്പർ ഓഫ്. ഇതിൽ ക്യാൻസൽ ചെയ്യാനാണ് മൾട്ടിപ്ലിക്കേഷൻ. അത് കറക്റ്റായിട്ട് അറിയുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്തു പോകും. അപ്പോൾ n എന്ന് പറയുന്നത് 400 ആണ്. ഇതേപോലെയുള്ള സിൽവർ കോയിൻ എത്ര എണ്ണം വേണം? 400 സിൽവർ കോയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സൈസിലുള്ള ക്യൂബോയിഡ് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് ക്യൂബോയിഡ് ഫോമിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. എ സിലിണ്ടറിക്കൽ ബക്കറ്റ് 32 cm ഹൈ ആൻഡ് with a radius of base 18 cm is filled with sand. This bucket is emptied on the ground and a conical heap of sand is formed. If the height of the conical heap is 24 cm, then find the radius and slant height of the heap. അതിൻ്റെ റേഡിയസും കാണണം, സ്ലാൻഡ് ആയിട്ടും കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യമുള്ളത്. ഇതിന് ഫുള്ള് സാൻഡ് ഉണ്ട്. അപ്പോൾ അത് എംറ്റി ചെയ്തപ്പോൾ ഒരു കോണിൻ്റെ ഷേപ്പിലേക്കാണ് മാറിയത്. കോണിൻ്റെ ഷേപ്പിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിച്ചതിന് ശേഷം സ്ലാൻഡ് ഹൈറ്റും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഈക്വൽ ആവുക? അതായത് വോളിയം ഓഫ് സിലിണ്ടറിക്കൽ ബക്കറ്റ് ഈക്വൽ ടു വോളിയം ഓഫ് ഹീപ്പ് ഓഫ് സാൻഡ്. വോളിയം ഓഫ് കോൺ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. വോളിയം ഓഫ് സിലിണ്ടർ equal to volume of heap of sand, അല്ലെങ്കിൽ വോളിയം ഓഫ് കോൺ. അത് കോണിന്റെ ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സിലിണ്ടറിന്റെ വോളിയം അറിയാം, πr²h. ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് രണ്ടിലും വ്യത്യാസം കാണിക്കാൻ വേണ്ടി ഹൈറ്റ് r1² h1 എഴുതി. ഇവിടെ 1/3 πr2² h2. അതായത് ഇതിൻ്റെ റേഡിയസ് r2 എന്ന് എടുത്തു, ഇല്ലെങ്കിൽ r എന്ന് എടുക്കുക, ഹൈറ്റ് h ആയിട്ട് എടുത്തു. ഇവിടെ r1 h1 എടുത്തല്ലോ, ഇവിടെ r h എന്നായിട്ട് എടുത്തു. ഇനി ഇവിടെ പൈ നമുക്ക് ക്യാൻസൽ ആയി പോയി. ഇതിൽ r1 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? സിലിണ്ടർ. അത് നിങ്ങൾ ആദ്യം തന്നെ എങ്ങനെ എഴുതിയാൽ മതി? സിലിണ്ടർ ഇട്ടിട്ട് റേഡിയസ് ഈക്വൽ ടു 18 cm, ഹൈറ്റ് റേഡിയസ് നമ്മൾ r1 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. r1 18 cm, ഹൈറ്റ് h1 ഈക്വൽ ടു 32 cm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 18 ഇൻറ്റു h1 എന്ന് പറയുന്നത് 32 ഈക്വൽ ടു ഇവിടെ 1/3 ഇൻറ്റു അതിൻ്റെ r² നമുക്ക് അറിയില്ല. h എത്രയാണ്? 24 തന്നിട്ടുണ്ട്. ഹീപ്പ് ഓഫ് സാൻഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അവിടെ h നമുക്ക് h ഈക്വൽ ടു 24 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം 8. അപ്പോൾ നമുക്ക് r² ആണ് കാണേണ്ടത്. r² ഈക്വൽ ടു 18 ഇൻറ്റു 32 ഡിവൈഡ് ബൈ ഇവിടെ 8. അപ്പോൾ 4 ഇതിലിപ്പോൾ r² ആണ് ഇത്രയുള്ളത്. നമുക്ക് r എന്ന് പറയുന്നത് എത്രയാണ് വരിക? r എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. 2 18 ഉണ്ട്, ഒരു 18 എഴുതാം. 4 എന്ന് പറയുമ്പോൾ 2.
അപ്പോൾ R എന്ന് പറയുന്നത് 18 × 2 എന്ന് പറയുമ്പോൾ 36 ആയി. R 36 എന്ന് കിട്ടി. റേഡിയസ് 36 ആണെങ്കിൽ നമുക്ക് ഇനി എന്താണ് കാണേണ്ടത്? സ്ലാൻഡ് ഹൈറ്റ് L കാണണമെങ്കിൽ L = √R² + H² ആണ്. സ്ലാൻഡ് ഹൈറ്റ് നമുക്കറിയാം, ഇങ്ങനെ ഒരു കോണിൽ, അതായത് ഈ ഭാഗം ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ L എന്ന് പറയുന്നത് ഇത് R², ഇത് H² ആയിട്ട് ട്രയാങ്കിൾ ആയിട്ട് എടുത്തിട്ട് R² + H². അപ്പോൾ R എത്രയാണ്? 36² പ്ലസ് H² എന്ന് പറയുന്നത് 24². അപ്പോൾ 36 × 36 എത്രയാണ്? 36 × 36 എന്ന് പറയുന്നത് 6 6 are 36, 3 18 + 3 എന്ന് പറയുന്നത് 21, 18 1 1296 1296 പ്ലസ് 576 ആണ് വരുന്നത്. 12 1 16 17 178 1872 ആണ് വരുന്നത്. റൂട്ട് 1872. സ്ലാൻഡ് ഹൈറ്റ് L = എത്രയാണ് വന്നത്? 1872. 1872 എന്ന് പറയുമ്പോൾ അതിന് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കണം. അതായത് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, 2ൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 1872 2ലാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് പ്രൈം ഫാക്ടർ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. അപ്പോൾ 2 9 3 2s are 6, 2 4 13 ആവുമ്പോൾ 6 8 2 2 2s are 4 3 2s are 6 4 2 1 1 7. ഇനി 3ൽ പോകും. 3 3s are 9. ഇവിടെ 27 ആവുമ്പോൾ 3 30. ഇനി പോകും, പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 2 3. അപ്പം എങ്ങനെ എഴുതാം? 2 × 2 × 3 × √13. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 12 √13 സെൻറ്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 12 √13 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. റേഡിയസ് നമുക്ക് 36 ആയിരുന്നു കിട്ടിയത്. രണ്ടുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. റേഡിയസ് 36ഉം സ്ലാൻഡ് ഹൈറ്റ് 12 √13. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.